ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമ്പ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മിക്കവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് എന്താണ് ഈ സ്ട്രോബെറി ലെഗ്സ് എന്നുള്ളത്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാലിൽ നമുക്ക് ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടാൻ നേരത്ത് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ സ്മോൾ ഡാർക്ക് സ്പോട്ടിനെയാണ് നമ്മൾ സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കെയർ ചെയ്താൽ അത് നമുക്ക് ഏറെക്കുറെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സ്ട്രോബെറി ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടിനെയാണ്, സ്മോൾ കുഞ്ഞിങ്ങനെ കുത്തുകുത്ത് പോലുള്ള ഡാർക്ക് സ്പോട്ടിനെയാണ് നമ്മൾ സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വീട്ടിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. വീട്ടിൽ ആദ്യമേ തന്നെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുക നമ്മുടെ ബോഡി ഒരു എന്തെങ്കിലും ഒരു ഷുഗർ സ്ക്രബ് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് സോൾട്ടിൻ്റെ എന്തെങ്കിലും സ്ക്രബ് കൊണ്ടോ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ സ്ട്രോബെറി ലെഗ്സ് ഉള്ള പോർഷൻ നമ്മൾ എപ്പോഴും എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് ഒരു ഷുഗർ സ്ക്രബ്ബർ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ഷുഗറും അതേപോലെ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജെൻറ്റിലായിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ സ്ട്രോബെറി ലെഗ്സ് എവിടെയാണോ ഉള്ളത്, നമ്മുടെ കാലിൻ്റെ ഏത് ഭാഗത്താണോ ഉള്ളത്, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ജെൻറ്റിലായിട്ട് ചെറുതായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ കുറച്ച് നമ്മുടെ ബോഡി ഡാമേജ് ആക്കരുത്. അടുത്തത് യൂസ് എ വാം കംപ്രസ് നമ്മുടെ എവിടെയാണോ അഫക്റ്റഡ് ഏരിയ അവിടെ ഒരു കംപ്രസ് നമ്മൾ യൂസ് ചെയ്യുക. ചെറിയൊരു ചൂട് കൊടുക്കുക. അപ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നതെന്ന് ബ്ലോക്കേജസോ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള പോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അത് പരമാവധി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അതും നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ബോഡി ലോഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസറാണോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. രാവിലെ ആയാലും വൈകിട്ടാണെങ്കിലും നമ്മൾ ആഫ്റ്റർ ബാത്തിങ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് സോഫ്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. മീൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ ഈ മോയ്സ്ചറൈസർ അല്ലാതെ ഭയങ്കര പരുവരുത്തിരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് സ്ട്രോബെറി ലെഗ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മോയ്സ്ചറാക്കി വെക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ കാലുകൾ. അടുത്തായിട്ട് ക്ലെൻസിങ് സ്കിൻ, അതായത് നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ പറയില്ല, നിങ്ങൾ ഏത് ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്താലും മതി. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോണർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എവിടെയാണോ നിങ്ങളുടെ അഫക്റ്റഡ് ഏരിയ അവിടെ നല്ലൊരു ടോണർ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ടോണർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ ഹോം റെമഡീസ് പറഞ്ഞു, പിന്നെ നമ്മൾ സ്കിൻ കെയർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾക്കൊരു ലേസർ ട്രീറ്റ്മെൻറ്റോ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ പീൽസോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി വീട്ടിലൊക്കെ ചെയ്യാൻ മടിയാന്നുള്ളവർ, അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ ശ്രദ്ധിക്കാൻ മടിയാന്നുള്ളവർ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇതൊരു പരിധിവരെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രിവെൻഷനാണ്. അതായത് നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ തടയാൻ പറ്റുമെന്നാണ്. നമ്മൾ ഭയങ്കര ലൂസായിട്ടുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അവോയ്ഡ് ചെയ്തിട്ട് ലൂസായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ എപ്പോഴും തൊടുവോ അല്ലെങ്കിൽ നമ്മളതിങ്ങനെ പിക്ക് ചെയ്തെടുക്കാനോ ശ്രമിക്കരുത്. നമ്മളതിൽ കൈ വെച്ച് ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലവരുണ്ട് ഇങ്ങനെ കുത്തി എടുക്കാനോ അങ്ങനെയൊക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ കൈവച്ച് അതിനെ തൊടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നല്ലാതെ നമ്മളിങ്ങനെ അതിനെ പിക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യരുത്. അടുത്തായിട്ട് അവോയ്ഡ് ഷേവിങ് ഓർ വാക്സിങ്. നമ്മൾ തന്നെത്താനെ ഷേവ് ചെയ്ത് അറിയാലോ, ഓപ്പോസിറ്റ് രീതിയിൽ നമ്മൾ ഷേവ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഷേവ് ചെയ്യാനോ നമ്മൾ തന്നെ വാക്സ് ചെയ്യാനോ നിൽക്കരുത്. ഒന്നെങ്കിൽ നമ്മൾ സലോണിൽ പോയിട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. നമ്മൾ തന്നെത്താനെ അറിയത്തില്ലെങ്കിൽ അതിലിട്ട് പിടിക്കാനായിട്ട് പോകരുത്. അപ്പോൾ അതൊന്നും കൂടെ കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ അവോയ്ഡ് ഷേവിങ് ആൻഡ് വാക്സിങ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്നത് എൻ്റെ കാലിലെന്തോ കൊള്ളുന്നു. ശ്രദ്ധിക്കുക. പിന്നെ കീപ് മോയ്സ്ചറൈസിങ്, അതായത് എപ്പോഴും നമ്മൾ മോയ്സ്ചറാക്കി വെക്കാനായിട്ട് നോക്കുക. എനിക്ക് സ്ട്രോബെറി ലെഗ്സ് വന്നൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും
എന്താണ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതെ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതാവും. അപ്പോൾ ആ കാലിരുന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ആക്കി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലൊരു മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ടിപ്സൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അത്യാവശ്യം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് എല്ലാവരും സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.